നിങ്ങളുടെ ഡോക്ടർ നിങ്ങളുടെ കൊളസ്ട്രോൾ നോർമലാണെന്ന് പറയാണ്. പക്ഷേ ഹൃദയത്തിന് യഥാർത്ഥത്തിൽ കേടുവരുത്തുന്ന കൊളസ്ട്രോളിലെ ഒരു പ്രത്യേക നമ്പർ നിങ്ങൾ ടെസ്റ്റ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ട്. നിങ്ങളുടെ ഹൃദയത്തിന്റെ യഥാർത്ഥ അവസ്ഥ വെളിപ്പെടുത്തുന്ന ഈ നമ്പർ ഏതാണ്? ഒരുപക്ഷെ നിങ്ങൾ ചോദിക്കും, ലാബ് റിപ്പോർട്ടിലെ ചീത്ത കൊളസ്ട്രോളും ടോട്ടൽ കൊളസ്ട്രോളും നോർമൽ ആണെങ്കിൽ പിന്നെ വേറെ ഒരു ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഈ ടെസ്റ്റ് നമ്മൾ ചെയ്യാതിരിക്കുകയാണെങ്കിൽ എന്ത് അപകടമാണ് നമുക്ക് സംഭവിക്കുക? ഹൃദയാഘാത സാധ്യത കൃത്യമായി പ്രവചിക്കുന്ന അപ്പോ ബി എന്ന ഈ നിർണായകമായ സംഖ്യ എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം. നിങ്ങളുടെ രക്തത്തിലെ ചീത്ത കൊളസ്ട്രോൾ നോർമൽ ആണെങ്കിൽ പോലും രക്തത്തിൽ അത് എത്ര കണികകളായിട്ടാണ് ഒഴുകി നടക്കുന്നത് എന്ന് പരിശോധിക്കാൻ സാധാരണ കൊളസ്ട്രോൾ ടെസ്റ്റിന് കഴിയില്ല. ചെറിയ വലിപ്പമുള്ള അത്യന്തം അപകടകാരികളായിട്ടുള്ള കണികകളുടെ എണ്ണം അഥവാ സ്മോൾ ഡെൻസ് LDL കണികകളുടെ എണ്ണം കൂടുതലാണെങ്കിൽ മൊത്തം കൊളസ്ട്രോളിന്റെ അളവ് നോർമൽ ആണെങ്കിൽ പോലും രക്തധമനികളുടെ ഭിത്തികളിലെ ഉള്ളിലേക്ക് ഈ കണികകൾ തുളച്ചു കയറുകയും ബ്ലോക്കുകൾ ഉണ്ടാക്കുകയും ചെയ്യും. അപ്പോ ബി എന്ന് പറയുന്ന ഈ കൊളസ്ട്രോളിനെ മനസ്സിലാക്കാനുള്ള ഒരു ഉദാഹരണം ഞാൻ പറയാം. ഒരു നാഷണൽ ഹൈവേയിലൂടെ കടന്നു പോകുന്ന കുറെ ലോറികളുണ്ട്. അതിനകത്ത് ഒരുപാട് ചരക്ക് സാമഗ്രികളുണ്ട്. നമ്മൾ സാധാരണ കൊളസ്ട്രോൾ നോക്കുമ്പോൾ ലോറിക്കകത്തുള്ള ഈ ചരക്കിന്റെ അഥവാ കാർഗോയുടെ തൂക്കം മാത്രമാണ് നമ്മൾ നോക്കുന്നത്. എന്നാൽ എത്ര ലോറികളിലായിട്ടാണ് ഈ ചരക്കുകൾ കൊണ്ടുപോകുന്നത് എന്ന് നമുക്ക് മനസ്സിലാവില്ല. അപ്പോ ബി എന്ന് പറയുന്ന ടെസ്റ്റിൽ ഈ ചരക്ക് ചുമക്കുന്ന ഓരോ ലോറികളുടെയും എണ്ണം നമുക്ക് മനസ്സിലാവും. എന്ന് വെച്ചാൽ റോഡിൽ അപകടം ഉണ്ടാക്കുന്നത് ലോറിക്കുള്ളിലെ ചരക്കിന്റെ തൂക്കം നോക്കിയിട്ടല്ലല്ലോ, പകരം റോഡിൽ ഓടുന്ന ലോറികളുടെ എണ്ണമാണ്. അതാണ് ഈ ടെസ്റ്റിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. ഭൂരിപക്ഷം ആളുകളിലും പ്രത്യേകിച്ച് പ്രമേഹം, ഇൻസുലിൻ റെസിസ്റ്റൻസ്, കുടവയറ്, ഫാറ്റി ലിവർ തുടങ്ങിയ ഉള്ളവരിൽ LDL-C നോർമൽ ആണെങ്കിൽ പോലും അപ്പോ ബി പലപ്പോഴും കൂടുതലായിട്ട് കാണാറുണ്ട്. ഇങ്ങനെയുള്ളവരിൽ വലിയ വലുപ്പമുള്ള LDL കൊളസ്ട്രോളിന് പകരം ചെറിയ വലുപ്പത്തിലുള്ള കൊച്ചു കൊച്ചു ബുള്ളറ്റുകൾ പോലെയുള്ള സ്മോൾ ഡെൻസ് LDL എന്ന അപകടകരമായ അപ്പോ ബി കണികകൾ രക്തധമനിയിലെ ഉള്ളിലേക്ക് തുളച്ചു കയറി പെട്ടെന്ന് തന്നെ ബ്ലോക്കുകൾ ഉണ്ടാവുന്നു. ഹൃദയത്തിന് ആരോഗ്യം സുരക്ഷിതമാവണമെങ്കിൽ അപ്പോ ബി ലെവൽ 80-ൽ കുറവായിരിക്കണം. എന്നാൽ ഹൃദ്രോഗം വന്നു കഴിഞ്ഞവർക്ക്, പ്രമേഹമുള്ളവർക്ക്, ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞവർക്ക്, ബൈപ്പാസ് കഴിഞ്ഞവർക്കെല്ലാം ഇത് 60-ൽ താഴെ ആയിരിക്കണം. നിങ്ങളുടെ അപ്പോ ബി 100-ന് മുകളിലാണെങ്കിൽ നിങ്ങൾ ഒരു അഗ്നിപർവ്വതത്തിന് മുകളിലാണ് ജീവിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. ഇനി നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഒന്നാമത്തെ കാര്യം, സാധാരണ കൊളസ്ട്രോൾ നോർമൽ ആണെങ്കിൽ പോലും അപ്പോ ബി ടെസ്റ്റ് ചെയ്യാതിരിക്കരുത്. പ്രത്യേകിച്ച് അമിതവണ്ണമുള്ളവരും, കുടവയറുള്ളവരും, ഷുഗർ ഉള്ളവരും, പ്രമേഹമുള്ളവരും. രണ്ടാമത്തെ കാര്യം, അപ്പോ ബി കൂടുതലാണെങ്കിൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കൃത്യമായ മരുന്നുകൾ ഉപയോഗിച്ച് അപ്പോ ബി 60-ൽ താഴെ എത്തിക്കുക. മൂന്നാമത്തെ കാര്യം, റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റുകൾ, പഞ്ചസാര തുടങ്ങിയവ ഒഴിവാക്കുകയാണെങ്കിൽ അപ്പോ ബി കണികകളുടെ ഉൽപാദനം കരളിനുള്ളിൽ കുറക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. നാലാമത്തേത്, പാരമ്പര്യമായി ഹൃദ്രോഗമുള്ളവർ 30 വയസ്സ് കഴിഞ്ഞാൽ നിർബന്ധമായും അപ്പോ ബി ടെസ്റ്റ് ചെയ്യുക. അഞ്ചാമത്തേത്, അപ്പോ ബിയുടെ അളവ് കൂടുതലാണെങ്കിൽ ഡയറ്റ് കൊണ്ട് മാത്രം അത് കുറയ്ക്കാമെന്ന് കരുതിയിട്ട് ഡോക്ടറെ കാണിക്കാതിരിക്കരുത്.